സോ ഹൗ ടു ചൂസ് ദ റൈറ്റ് കരിയർ? എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, യു ഷുഡ് ചൂസ് എ കരിയർ വിച്ച് ഗീവ്സ് യു ആൻ അൺഫെയർ അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾ കളിക്കുന്ന ഗെയിമില് അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഫീൽഡില് നിങ്ങളും നിങ്ങളുടെ ഗോൾ പോസ്റ്റും നിങ്ങളുടെ ഫുട്ബോളും മാത്രമേ ഉണ്ടാവും പാടുള്ളൂ. അതായത് യു ഷുഡ് എലിമിനേറ്റ് ദ കോമ്പറ്റീഷൻ. എങ്ങനെയാണ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്? വൺ, ഈതർ യു ഷുഡ് ലവ് വാട്ട് യു ഡു. നിങ്ങൾക്ക് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ഒരു ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവണം. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതാണ് നിങ്ങളുടെ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ്. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നേരത്തെ തുടങ്ങണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം. നമ്മൾ എപ്പോഴായിരിക്കും പർച്ചേസ് ചെയ്യേണ്ടത്? അതിന് ഓഫർ ഉള്ളപ്പോൾ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉള്ളപ്പോഴാണ് സാധനം വാങ്ങുക. അതിന് വില കൂടി നിൽക്കുമ്പോഴാണ് സാധനം വാങ്ങുക. കോമൺ സെൻസ് അല്ലേ? ഓഫർ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങും. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് ഏറ്റവും കുറഞ്ഞ വില ഉള്ളപ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്. എല്ലാവരും വാങ്ങുന്നു, അതിന്റെ വില കൂടുന്ന കണ്ടിട്ട് അപ്പൊ പോയി വാങ്ങരുത്. there is a game. അപ്പൊ അതുപോലെ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ കരിയറിൽ നമ്മൾ നേരത്തെ ആണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാവും. വെദർ ഇറ്റ്സ് എ ബിസിനസ് ഓർ കരിയർ, ഏതാണെങ്കിലും. ഓക്കെ, be early, and the other thing is have that love towards what you do. അപ്പോ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ യു ഹാവ് ദാറ്റ് അൺഫെയർ അഡ്വാൻറ്റേജ് ടു വിൻ ദ ഗെയിം യു പ്ലേ. മെയിനായിട്ട് ഇതാണ്, വർക്ക് ഷുഡൻ ഫീൽ വർക്ക്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കൊരു ജോലിയായിട്ട് തോന്നരുത്. ഇറ്റ് ഷുഡ് ഫീൽ ലൈക്ക് എ പ്ലേ. നിങ്ങൾ ഗെയിം കളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുക? അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കതൊരു മെല്ലെ അതൊരു പാഷനായി മാറുന്നില്ല. ഇനി പാഷൻ, ഫോളോ പാഷൻ എന്നൊക്കെ ആൾക്കാർ പറയും. പാഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ബിൽഡ്. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കുറച്ചാൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ആ ക്രാഫ്റ്റിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി ഏർലി അറ്റ് ദ ഗെയിം, ഹാവ് ദാറ്റ് അൺഫെയർ അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾക്ക് ഒരു ലവ് ടുവേർഡ്സ് വാട്ട് യു ഡു അതുണ്ടാവണം. ഓക്കെ, പിന്നെ ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. നിങ്ങൾക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ ഇതിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ തന്നെ യു ഹാവ് വോൺ ദി ഗെയിം. ബിക്കോസ് നിങ്ങൾ ആരായിട്ട് ഇനി കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കറിയാം ആരായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതൊരു ജോലിയാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇറ്റ്സ് എ ക്രാഫ്റ്റ്. നമുക്കിതൊരു ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് എ പ്ലേ. അപ്പോൾ വി ക്യാൻ ഡു ദിസ് ഓൾ ഡേ. നമുക്ക് എത്ര ചെയ്താലും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ, കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുള്ളൂ ഇതിൽ. ബാക്കിയുള്ളവരോ ഒരു വർക്കായിട്ട് കണ്ടിട്ട് ദേ മൈറ്റ് വർക്ക് മോർ അവേഴ്സ് ദാൻ അസ്. നമ്മളെക്കാളും കൂടുതൽ സമയം വർക്ക് ചെയ്തെന്ന് എഴുതി അവർക്ക് കൂടുതൽ റിസൾട്ട്സ് കിട്ടുമോ? ഇല്ല. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനും രണ്ട് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ കരിയർ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ബിസിനസ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. So yeah, that's my thought for today. Thank you.